കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും സന്ദേശമാണ് ഓരോ സമൂഹ നോമ്പുതുറയും. ജാതിമത ഭേദമന്യേയുള്ള ഈ സ്നേഹവിരുന്നിൽ രുചിവൈവിധ്യങ്ങൾക്കൊപ്പം സമൂഹ നന്മയും പരസ്പരം പങ്കുവെക്കുന്നു. പരസ്പര സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന സദസ്സ്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിവില്ല. മഗ്രിബ് വാങ്കുവിളി ഉയരുന്നതോടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം പങ്കുവെക്കും. നന്മയുടെ സന്ദേശമാണ് ഓരോ സമൂഹ നോമ്പുതുറയും. കുറ്റിച്ചിറയിലെ ആ പഴയ തറവാട്ട് വീട്ടിൽ അവർ ഒത്തുകൂടി. ശേഷം ഇഷ്ടവിഭവങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പം കഴിച്ചവർ മനം നിറഞ്ഞു മടങ്ങി. എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചെറുതും വലുതും ദേശക്കാരനും ദാരിദ്ര്യനും പണ്ഡിതനും പാപ്പനും എല്ലാവരും കൂടിയൊരു സദസ്സാണ്. അതിൻ്റെ ഉദ്ദേശം സ്നേഹബന്ധം ദൃഢമാക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലെ ഐക്യവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാനും കുടുംബ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാനുമൊക്കെ ഈ ഒരു സൗഹൃദ സമൂഹ നോമ്പുതുറക്ക് സഹായകമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ജാതി മതഭേദമന്യേ എല്ലാവരും നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചടങ്ങായി മാത്രം ഒതുങ്ങാറില്ല. അവിടെ രാഷ്ട്രീയ നിലപാടുകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. എല്ലാവരും ഒരു മനസ്സോടെ ഒരുമിച്ചിരുന്ന് സ്നേഹവും സന്തോഷവും പങ്കുവെക്കും. ഇപ്പോൾ മുസ്ലിംസ് മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ ഇഫ്താർ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ഹിന്ദു സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെയും ഇഫ്താർ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇഫ്താർ കേരളത്തിൻ്റെ ഒരു മഹനീയ മാതൃകയായി തന്നെ മാറിയിട്ടുണ്ട്. ഇത് ഇനി തുടർന്നു പോകണം. ഇത് നല്ലൊരു മാതൃകയാണ്. കഴിക്കുന്ന ആളിന്റെ വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നതാണ് ഓരോ സമൂഹ നോമ്പുതുറയും. അതൊരു ഗ്ലാസ് നാരങ്ങ വെള്ളമാണെങ്കിൽ പോലും അതിന് മധുരം ഇരട്ടിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്.